1 കൊരിന്ത്യർ 16-9 വാക്യമാണ് അല്ലേ. ആ വാക്യം ഇങ്ങനെ പറയുന്നു: എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറക്കാൻ പോകുന്നുവെന്നല്ല, പിന്നെ തുറന്നിരിക്കുന്നു. അടുത്ത വാക്യം: എതിരാളികളും പലരുണ്ട്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ ദൈവജനത്തിന് വേണ്ടി ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇത് കൊരിന്തുകാരോട് പറയുന്ന ഒരു ദൂതോ പ്രവചനമോ അവരോട് പറയുന്ന ഒരു ദൈവശബ്ദമൊന്നും അല്ല. ഇത് പൗലോസ് തൻ്റെ അനുഭവത്തെ കൊരിന്തിലുള്ള ജനത്തോട് പറയുകയാണ്. സ്തോത്രം. അവർക്ക് തുറക്കാൻ പോകുന്ന വഴിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് തനിക്ക് തുറന്ന ഒരു വഴിയെക്കുറിച്ച് എന്ത് ചെയ്യാണ് പറയുകയാണ്. പൗലോസ് പറയുന്നു: എനിക്ക് വലിയതും സഫലവുമായ വാതിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, തുറന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു: എതിരാളികളും പലരുണ്ട്. എതിരാളികളും പലരുണ്ട്. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ നടുവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വാതിലിനെ കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, വാതിലിനെ കുറിച്ചല്ല. എന്നെ ഈ വാക്യത്തിൽ വളരെ ആഴമായി എന്നെ ചിന്തിപ്പിച്ചത് ഈ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, എതിരാളികളും പലരുണ്ട് എന്നുള്ളൊരു ഭാഗമാണ്. അത് തൊട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പദം, എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. ഏത് വാതിലാണ് തുറന്നേ? ഈ വാതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷയുടെ വാതിലുകളാണ്. ആമേൻ. ശുശ്രൂഷയുടെ വാതിലാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയതിന് ശേഷം എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയ മനുഷ്യനാണ് ആര്? പൗലോസ്. ക്രിസ്തു നിമിത്തം സകലതും എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നെണ്ണി. എന്താ എണ്ണിയത്? കർത്താവ് തനിക്ക് കൊടുത്തതല്ല, മറിച്ച് തൻ്റെ പിതൃ പാരമ്പര്യം, തൻ്റെ സ്വത്ത്, തൻ്റെ സാമ്പത്തികം, അതുമാത്രമല്ല എല്ലാം, തൻ്റെ അറിവ്, തൻ്റെ ജ്ഞാനം, തൻ്റെ വിദ്യാഭ്യാസം, തനിക്കുണ്ടായ സകല പ്രൗഢികൾ, റോമൻ ഗവൺമെൻറ്റിനകത്തുണ്ടായിരുന്ന തൻ്റെ അംഗത്വം, സകലതും ഇന്ന് എഴുതി ഛേദമെന്നെണ്ണി. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ സകലതും ഛേദമെന്നെണ്ണി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവസാനം കൊണ്ട് നിർത്തുന്നത് ഫിനാൻഷ്യലാണ്, സാമ്പത്തികം. ഇതിനർത്ഥം എല്ലാം കളഞ്ഞിട്ട് പുള്ളി ഒരു ദരിദ്രനെ പോലെ ജീവിച്ചു എന്ന് അല്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവൻ താൻ സകലതും ഛേദമെന്നെണ്ണി എന്ന് പറയുമ്പോൾ തൻ്റെ സമ്പത്ത് മാത്രമല്ല, തൻ്റെ അറിവാകട്ടെ സകലതും കർത്താവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒന്നും അല്ലെന്ന് താൻ എന്ത് ചെയ്തു? വെച്ചിട്ട് ദൈവം എന്തൊക്കെ കൊടുത്തോ, കർത്താവ് തനിക്ക് എന്തൊക്കെ കൊടുത്തോ അതെല്ലാം താൻ സൂക്ഷിച്ചു. അതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി എന്ത് ചെയ്തു? ഉപയോഗിച്ചു. സ്തോത്രം. നമ്മൾ ചിന്തിക്കും, പൗലോസൊക്കെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരു പിച്ചക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു ദരിദ്രവാസിയെ പോലെ ഒന്നുമില്ലാത്തവനായി ഞരങ്ങിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു. അത് ഒരു തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാനും സാമ്പത്തിക ആവശ്യമാണ്. ആ കാലഘട്ടത്തിലും ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ്? സമ്പത്ത് ആവശ്യമാണ്. സ്തോത്രം. അതാണ് വളരെ വ്യക്തമായിട്ട് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 16 ഈ അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പദം കണ്ടോ? 16 1 വാക്യം മുതൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ചെയ്യുവീൻ. അടുത്ത വാക്യം, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. കണ്ടോ? ഇതിൻ്റെ അടുത്ത വാക്യം കണ്ടോ? ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ എന്ത് ചെയ്യും? അയക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പൗലോസ് അപ്പോസ്തലനും ആ കാലഘട്ടത്തിലും വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം അല്ലേ എന്ന് പറഞ്ഞാൽ എന്തുവാ? ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? സാമ്പത്തികം ശേഖരിച്ചു എന്നാണ്. മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്, ശുശ്രൂഷകൾക്ക് വേണ്ടി, അവരുടെ യാത്രകൾക്ക്, അവരുടെ ആഹാരത്തിന്, സഭ പണിയാൻ, സ്ഥലം മേടിക്കാൻ, മറ്റു പല മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്തു വേണമായിരുന്നു?
സാമ്പത്തികം വേണം. സ്തോത്രം. അപ്പോൾ ചിന്തിക്കരുത്, ഏകദേശം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 34-ലധികം സഭകൾ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സഭകൾ സ്ഥാപിച്ചത് താൻ യാത്രകൾ ചെയ്തത് കൊണ്ട് മാത്രമല്ല, പല കാര്യങ്ങളും സമ്പത്തിലൂടെയും താൻ എന്ത് ചെയ്തു. ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സകലതും ഛേദമെന്നെണ്ണി എന്ന് പറയുന്നത് തൻ്റെ പിതൃപാരമ്പര്യത്തെ, തൻ്റെ അപ്പൻ്റെ സ്വത്തിനെ, തൻ്റെ സ്വത്തിനെ, താൻ സമ്പാദിച്ചതിന് അതെല്ലാം ഛേദമെന്നെണ്ണിയിട്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് തനിക്ക് ലഭിച്ചതെല്ലാം താൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? പറഞ്ഞേ, ഉപയോഗിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ആ ഭാഗം വ്യക്തമാക്കുന്നത് ദൈവം നമുക്ക് തരുന്ന നന്മകളെ നമ്മൾ സൂക്ഷിക്കണം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കും. പഴയ നിയമത്തിനകത്ത് അബ്രഹാം താൻ ഇറങ്ങിയത് എങ്ങനെ? തൻ്റെ പിതൃഭവനം, തൻ്റെ സ്വദേശം, തൻ്റെ ചാർച്ചക്കാർ അതെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യാണ്? ഇറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് ന്യായമായി ലഭിക്കേണ്ട കുടുംബ സ്വത്ത് ഇതെല്ലാം വിട്ടിട്ട് ഇറങ്ങിയ അബ്രഹാമിനെ ദരിദ്രവാസിയെ പോലെയാണോ ഈ ലോകത്ത് ജീവിച്ചേ? അല്ല, അവനെ സമ്പന്നനാക്കി ദൈവം മാറ്റിയല്ലേ. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭൗതികവും വേണം, ആത്മീകവും വേണം. സ്തോത്രം പറഞ്ഞേ. ഞാൻ പറയാം, ആത്മീകം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ആത്മീകത്തോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക നന്മകളും, സ്തോത്രം, തെറ്റിദ്ധരിക്കല്ലേ, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആത്മീകവും വേണം, എന്തും വേണം? പറഞ്ഞേ, ഭൗതികം വേണം. ആ കാലഘട്ടത്തിലും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ധർമ്മം ശേഖരിക്കണം. എന്തിനാ? വിശുദ്ധന്മാർക്ക് വേണ്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോവുക. അത് പൗലോസ് പറഞ്ഞത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കൊടുക്കുക എന്ന് അപേക്ഷിക്കുകയല്ല, നിർബന്ധമായി കൊടുത്തേ പറ്റൂ, ആജ്ഞാപിക്കുകയാണ്. കണ്ടോ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം കൊടുത്തേ പറ്റൂ എന്നുള്ളത് അതൊരപേക്ഷയല്ല, പിന്നെന്തുവാണത്? അതൊരു കൽപ്പനയാണ്. അത് ചെയ്തിരിക്കണം. അത് നിശ്ചയമായിട്ട് എന്ത് ചെയ്തിരിക്കണം. ഞാൻ ആ ഭാഗം അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ തൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം തുറന്ന വാതിൽ സഫലമാണ്, വലിയ വാതിലാണ്. ഈ വാതിലുകൾ തുറക്കും തോറും അതിനനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ മേഖലകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം പറഞ്ഞേ. ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ചെറിയ സമ്പത്ത് മതി, പക്ഷെ വലുത് ചെയ്യണമെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വലിയ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ വലിയ നന്മകളെ കയ്യിൽ എന്ത് ചെയ്യണം? ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുന്ന സാമ്പത്തികം പോരാ ഒരു കൺവെൻഷൻ നടത്താൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചർച്ചിനകത്ത് നടത്തുന്ന ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന സാമ്പത്തികമാണോ ഒരു 3 ദിവസം ഈ മീറ്റിംഗ് പുറത്തു വെച്ച് നടത്തിയാൽ? ആണോ? അല്ല. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ നന്മകൾ എന്ത് ചെയ്യണം? വേണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് വലിയതും സഫലവുമായ വാതിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? തുറന്നിരിക്കുന്നു. അടുത്ത പദം ശ്രദ്ധിച്ചോണം. ഞാൻ ആ ഭാഗം അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അടുത്ത പദത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എതിരാളികളും പലരുണ്ട്. എതിരാളികളും 1-2 പേരുണ്ടെന്നാണ് പറഞ്ഞേ? ഒരാളുണ്ടെന്നാണ് പറഞ്ഞേ? അല്ല, പലരുണ്ട്. ശ്രദ്ധിക്കണം. എതിരാളി ഒരാളാണെങ്കിൽ ആ എതിര് എവിടെ നിന്ന് വരുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഒരാളാണെങ്കിൽ ആ എതിര് എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ശ്രദ്ധിക്കണം. പക്ഷേ പലരാണെങ്കിൽ എപ്പോഴേ, എങ്ങനെ, എവിടെ വെച്ച്, എവിടെ കൂടെ വരുമെന്നൊന്നും അറിയത്തില്ല. പൗലോസിന് എതിരാളികൾ ഒരാളല്ല, പിന്നെ പലരാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ എതിരാളികൾ എന്ന് പറയുമ്പോൾ ഈ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഏത് എതിരാളിയെ കുറിച്ചാണ് പറയുന്നത്? ശ്രദ്ധിക്കണം. ഒരു ദൈവ പൈതലിന് 2 എതിരാളികളാണുള്ളത്. 2 എതിരാളികൾ. ആത്മലോകത്തിലെ എതിരാളി എന്ന് പറയുന്നത് സാത്താനാണ്, പിശാചാണ്. ആത്മലോകത്തിലെ എതിരാളി ആരാണ്? സാത്താൻ. എന്നാൽ ഭൗമലോകത്തിലെ, ഈ ഭൗമിക ലോകത്തിലെ എതിരാളി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആരാ? മിണ്ടുന്നില്ലല്ലോ. സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞേ. ഭൗമലോകത്തിൽ എതിരാളി ആരാണ്? മനുഷ്യൻ. ആത്മലോകത്തിൽ എതിരാളി ആരാണ്? സാത്താൻ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആരാണ് എതിരാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനാണെന്നുള്ള ഒരു കാര്യം വരുത്തിയാട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ എതിരാളി സാത്താനാണെന്നുള്ള ഒരു കാര്യം വരുത്തിയാട്ടെ. കാരണം സാത്താനെതിരായി മാറാൻ സാത്താന്യ സാമ്രാജ്യത്തിന് നമ്മൾ വലിയ ഭീഷണിയൊന്നും
ഒന്ന് ചിന്തിച്ചേ, നമ്മളൊരു ഭീഷണിയാണോ? സാത്താന്യ ലോകത്തിനൊരു ഭീഷണിയാണോ? കാരണം അവനെ തൊട്ടാലേ അവനെതിരാതി നമ്മൾ, കാരണം നമ്മൾ വന്നിരുന്ന് ആരാധിച്ചാൽ നമ്മളിരിക്കുന്ന പാ പോലും അനങ്ങത്തില്ല, നമ്മളിരിക്കുന്ന ചെയർ പോലും എന്ത് ചെയ്യത്തില്ല. അങ്ങനെ ആരാധിക്കുന്ന നമ്മളെ സാത്താൻ നോട്ടം വയ്ക്കുന്ന ആരും എന്ത് ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? ആത്മലോകത്തിലെ എതിരാളി സാത്താനാണെങ്കിൽ ഭൗമലോകത്തിലെ എതിരാളി മനുഷ്യരാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ എതിരാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനല്ല, പിന്നെ ആരാ? മനുഷ്യരാ. നമ്മൾ പിന്നെ സാത്താൻ്റെ അക്കൗണ്ടിൽ കൊണ്ടിടുന്നതേ ഉള്ളൂ. സാത്താൻ്റെ അക്കൗണ്ടിൽ കൊണ്ടിരുന്ന ഞാൻ തുടർന്ന് ഈ വചനം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കണം. ആത്മലോകത്തിലെ എതിരാളിയായ സാത്താനെയും ഭൗമലോകത്തിലെ എതിരാളിയായ മനുഷ്യനെയും നേരിടാനുള്ള വിധം ഞാൻ പറയാം, കേൾക്കണം. രണ്ടുപേരെയും നേരിടാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥന. രണ്ടുപേരെയും നേരിടാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, എന്താണ്? പ്രാർത്ഥന. പിന്നെ അടുത്ത് വേറൊരു തലമുണ്ട്. ബൈബിൾ പറയുന്നു സാത്താനോട് എന്ത് ചെയ്യണം? കുറച്ച് പറഞ്ഞേ, സാത്താനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അപ്പോൾ സാത്താനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനോ സാത്താന്റെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഒന്നും പാടില്ല. സാത്താനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പക്ഷേ മനുഷ്യനെതിരായാൽ മനുഷ്യനോട് എതിർത്ത് നിൽക്കാൻ പാടില്ല. ഈ സാത്താനെതിരായി മാറിയാലും മനുഷ്യനെതിരായി മാറിയാലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സാത്താൻ എതിരായി മാറിക്കഴിഞ്ഞാൽ ആദ്യം സാത്താൻ പറയും നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഞാൻ പോകത്തില്ലെന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി എന്നെ പറയും ഞാൻ എന്ത് ചെയ്തോളാം, പൊയ്ക്കോളാം, എന്നെ വിടണേന്ന് എന്ത് ചെയ്യും പറയും. പക്ഷേ മനുഷ്യനെതിരായി കഴിഞ്ഞാൽ അങ്ങനെയല്ല. മനുഷ്യൻ പറയും എനിക്ക് കിട്ടിയില്ലേ നിനക്കും എന്ത് ചെയ്യണ്ട, കൊണ്ടേ പോകത്തുള്ളൂ. എനിക്ക് ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, സാത്താനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ് മനുഷ്യൻ. സാത്താനേക്കാളും ഒത്തിരി ഡേഞ്ചറാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഗദരദേശത്ത് 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, അവനെ ലഗ്യോൻ എന്നാ പറയുന്നത് അല്ലേ. 6000 ഭൂതം അവൻ്റെ ശരീരത്തിനകത്ത് കയറിയിരുന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് അവനെ കൊല്ലുമെന്ന് പറയുന്നു എന്നല്ലാതെ അവനെ കൊന്നിട്ടില്ല. കൊന്നോ പറ? ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ നിന്നെ എന്ത് ചെയ്യും, എന്തിനാ അതിനകത്ത് കയറിയേ എന്ന് ചോദിക്കും, പറയും ഞാൻ നശിപ്പിക്കാനാ കൊല്ലാനാ എന്നൊക്കെ എന്ത് ചെയ്യും പറയും. പക്ഷേ അവനെ കൊന്നില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ആദ്യം ഒരു വ്യക്തിക്കെതിരായി മാറിയത്, പരസ്പരം വ്യക്തികൾ തമ്മിൽ എതിരായി മാറിയത് എവിടെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം. 2 പേർ ഒരുമിച്ച് ഒരു ആരാധന നടത്തി. 2 പേർ ഒരുമിച്ച് എന്ത് ചെയ്തു? ഒരാരാധന നടത്തി. ആരൊക്കെ? ചേട്ടനും അനിയനും കൂടെ ആരാധന നടത്തി. അനിയന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. അവന്റെ മുമ്പിൽ ഒരു വാതിൽ അങ്ങ് തുറന്നു. സ്തോത്രം പറഞ്ഞേ. ഒരു വാതിൽ തുറന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവഹൃദയത്തിലേക്കുള്ള വാതിൽ ആരാധനയിലൂടെ ഹാബേലിനോടുള്ള ബന്ധത്തിൽ തുറന്നപ്പോൾ ആരെതിരായി? സ്വന്തം ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? എതിരായി. കൊല്ലുമെന്ന് പറയുകയാണോ ചെയ്തത്? കൊന്നു. കണ്ടോണേ, ഒരു മനുഷ്യൻ എതിരായപ്പോൾ കൊന്നുകളഞ്ഞു. പക്ഷേ 6000 ഭൂതം ഒരുത്തന്റെ ശരീരത്തിനകത്തിരുന്നിട്ടും അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ സാത്താൻ ഭീഷണിപ്പെടുത്തേ ഉള്ളൂ, പക്ഷെ മനുഷ്യൻ ഭീഷണിപ്പെടുത്തുകയല്ല, മനുഷ്യൻ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലഗ്യോന്റെ അകത്തിരുന്ന ഈ 6000 ഭൂതം ബാധിച്ച മനുഷ്യന്റെ അകത്തിരുന്ന ഭൂതമാണോ ഡേഞ്ചർ, അതോ കയ്യിനാണോ ഡേഞ്ചർ? ആരാ? സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കയ്യിൻ ഹാബേലിന് എതിരായി മാറിയത് ആരാധനയ്ക്ക് മുമ്പാണോ ആരാധനയ്ക്ക് ശേഷമാണോ? ആരാധനയ്ക്ക് ശേഷം. എന്തുകൊണ്ട് എതിരായി? അവന്റെ ആരാധന വെളിപ്പെട്ടത് കൊണ്ടാണ് എതിരായത്. സ്തോത്രം പറഞ്ഞേ. അപ്പൊ നീ ആരാധിച്ചോ പ്രശ്നമില്ല, പക്ഷെ നിന്റെ ആരാധന വെളിപ്പെടാൻ പാടില്ല. നിന്റെ മുമ്പിൽ ആരാധന വെളിപ്പെട്ട ആരാധനയുടെ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ മനുഷ്യനെതിരാകും. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒത്തിരി തെളിവുകളുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മനുഷ്യനെതിരായി കഴിഞ്ഞാൽ മനുഷ്യനെ നേരിടേണ്ട വിധം സാത്താനെ നേരിടുന്നത് പോലെ നമ്മൾ ഒരു മനുഷ്യനെ എന്ത് ചെയ്യാൻ പാടില്ല? നേരിടാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു,
എതിരാളികളും പലരുണ്ടെന്ന് പറയുന്നത് ആത്മലോകത്തിലെ എതിരാളിയായ സാത്താനോടുള്ള ബന്ധത്തിലല്ല, ഇത് ഭൗമലോകത്തിലെ എതിരാളിയായ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. കേൾക്കണം, മനുഷ്യൻ എപ്പോഴാണ് എതിരായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു വിശാലത ഉണ്ടാകുമ്പോൾ, ഒരു വാതിൽ തുറക്കുമ്പോഴാണ് മനുഷ്യനെതിരാകുന്നത്. ഞാൻ പറഞ്ഞ ഇത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഞാനൊരു കാര്യം പറയാം, നമ്മൾ വളർന്നാൽ, നമ്മുടെ ആത്മീക ജീവിതത്തിനും ഭൗമിക മണ്ഡലത്തിനകത്ത് ഒരു അപ്ഡേഷൻ ഉണ്ടായാൽ, ഒരു ഉയർച്ച ഉണ്ടായാൽ, ഞാൻ പറയാം, നമ്മൾ പോലും ചിന്തിക്കാത്ത ചിലത് നമുക്കെതിരായി മാറും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു പഴയ ഭവനമാണെന്നിരിക്കട്ടെ. പണ്ട് നിങ്ങളുടെ അപ്പച്ചനോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനോ ഒക്കെ പണിത 10, 25, 30, 40 കൊല്ലം പഴക്കമുള്ള ഒരു ഭവനമാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 40 കൊല്ലം പഴക്കമുള്ള ഭവനമാണെങ്കിൽ നമുക്കറിയാം, അത് 40 കൊല്ലത്തെ പഴക്കമുണ്ട്, 40 കൊല്ലത്തിന് മുമ്പുള്ള മോഡലായിരിക്കും. ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ഭവനത്തിൽ നമ്മൾ താമസിക്കുന്നതിൽ ഒരു സാത്താനും എതിർപ്പില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനും എന്തില്ല, ഒരു എതിർപ്പ് ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ഒരു പ്ലാൻ ഇട്ട് നോക്കി, ആ ഭവനം ഒന്ന് ഇടിച്ചു പൊളിച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒരു പുതിയ ഭവനം പണിയാമെന്ന് തീരുമാനിച്ചു നോക്കി. അവിടെ തന്നെ എന്ത് ചെയ്യാണ്, ആ പഴയ ഭവനം എന്ത് ചെയ്യാണ്, പൊളിക്കുകയാണ്. പൊളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഭവനം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നല്ലൊരു ഭവനം പണിയാൻ നോക്കി. ഞാൻ ഒരു കാര്യം പറയാം, കുറഞ്ഞത് നിങ്ങൾ അപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 5 കുടുംബക്കാരെങ്കിലും എതിരാകും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, മിണ്ടുന്ന, സഹകരിക്കുന്ന ഒന്നിയിൽ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അയൽവക്കത്തിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു എതിരെത്തി. അപ്പോൾ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ലെവലിനപ്പുറത്ത് വളരാൻ പാടില്ല. ഒരു നോർമൽ ലൈഫ് ജീവിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. ഒരുവനേക്കാൾ അടുത്തൊരു തലത്തിൽ വളർന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സ്തോത്രം പറഞ്ഞേ. ഇവിടെ പൗലോസ് പറയുന്നു, എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. അടുത്ത് പറയുന്നു, എതിരാളികളും പലരുണ്ട്. സത്യം പറഞ്ഞാൽ പൗലോസിന്റെ നേർക്ക് വന്ന സാത്താനെയൊക്കെ പൗലോസ് നിസ്സാരമായിട്ട് തകർത്തു. പൗലോസ് എങ്ങനെ തകർത്തു? പറഞ്ഞേ, മിണ്ടുന്നില്ല. വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്തു? തകർത്തു. പക്ഷേ മനുഷ്യനെ പൗലോസ് നേരിടാൻ വളരെ അധികമായിട്ട് ബുദ്ധിമുട്ടി. മെലീത്തയിൽ ചെന്നപ്പോൾ പൗലോസിന്റെ കയ്യിൽ ആര് കടിച്ചു? അണലി കടിച്ചു. പുള്ളി എന്ത് ചെയ്തു? അവിടെ കിടന്ന ബഹളം വെച്ചോ? സ്ട്രഗിൾ ചെയ്തോ? ബുദ്ധിമുട്ടിയോ? ഇല്ല. നൈസായിട്ടൊരു കുടയിൽ കുടഞ്ഞപ്പോൾ അതൊക്കെ കത്തിച്ചാരമായി പോയി. പക്ഷേ പൗലോസിനെ വളരെ ആഴമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചത് ആരാന്നറിയാവോ? പിശാചല്ല. കേൾക്കണം, 2 തീമോഥെയോസ് 4-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 തീമോഥെയോസ് 4-ന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. 2 തീമോഥെയോസ് 4-ന്റെ 14-ാമത്തെ വാക്യം. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ശ്രദ്ധിക്കണം, നിർത്തിക്കണം സിസ്റ്റർ, അതിപ്പോ അടുത്ത് ഞാൻ പറയുമ്പോൾ വായിക്കണം. അവിടെ പറയുന്നു, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് എന്ത് ചെയ്തു? വളരെ ദോഷം എന്ന് പറഞ്ഞാൽ ആ പുള്ളിയെ കൊണ്ട് ശരിക്കും ആര് ബുദ്ധിമുട്ടിയെന്നാ പറയുന്നേ? ശരിക്കും ബുദ്ധിമുട്ടാതെ ഒരു വ്യക്തിയുടെ പേരിങ്ങനെ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. കേൾക്കണം, പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും അവസാനമായി എഴുതുന്ന ലേഖനമാണ് 2 തീമോഥെയോസിന്റെ ലേഖനം. ഈ ലേഖനത്തിന് 4-ാമത്തെ അധ്യായത്തിനകത്താണ് തൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് തീമോഥെയോസിനോട് പറയുന്നത്. ഇതൊക്കെ പൗലോസിന്റെ അവസാനത്തെ വാക്കുകളാണ്. പുള്ളി പറയുന്നു, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്കാരാണ് എതിരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, നമുക്കാരാണ് എതിരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പരിചയമില്ലാത്തവർ നമുക്കെതിരാകത്തില്ല. വഴി കൂടെ പോകുന്നവർ നമുക്ക് എന്ത് ചെയ്യത്തില്ല. നമുക്ക് ഒരാൾ നമുക്കെതിരായി മാറണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണും. ബന്ധമുള്ളവർ മാത്രമേ ഒരു കാലഘട്ടത്തിൽ എന്താകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ബന്ധമുള്ളവർ. പൗലോസ് പറയുന്നു, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് എന്ത് ചെയ്തു? ഈ പുള്ളി ആരെന്നറിയാമോ? ഈ പുള്ളി ഒരു ജാതീകനല്ല, എഫെസോസ് സഭയിലെ വിശ്വാസിയാണ്. ഇവിടുത്തെ
പറഞ്ഞേ, എഫെസോസ് സഭയിലെ വിശ്വാസിയാണ് ആര്? ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ. എങ്ങനെയാ ദോഷം ചെയ്ത്? ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അടുത്ത വാക്യം, ആ വാക്യം തന്നെ വായിച്ചേ താഴോട്ട്. അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവൻ എന്ത് ചെയ്യും പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചോണം, ഒരു മനുഷ്യൻ നമുക്കെതിരായി കഴിഞ്ഞാൽ ആ മനുഷ്യന് പകരം ചെയ്യാൻ നമ്മൾ പോകരുത്. പകരം വീട്ടൽ, വാശി, വൈരാഗ്യം, അല്ലെങ്കിൽ എതിരെ നിൽക്കുന്നവൻ തകരണമെന്നുള്ള മനസ്സ്, അതൊന്നും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യന് എന്ത് ചെയ്യാൻ പാടില്ല. സ്വതന്ത്രം പറഞ്ഞേ, പകരം ചെയ്യുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ആരംഭത്തിൽ തന്നെ ഒരു ദൂത് പറയാം. ദൈവത്തിന്റെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുക്കരുത്. പകരം വീട്ടലിന്റെ സ്വഭാവം ആർക്ക് പാടില്ല? ഒരു മനുഷ്യന് പാടില്ല. കണ്ടോ, പൗലോസിനെ വളരെ അധികം ദോഷം ചെയ്ത മനുഷ്യനോടുള്ള ബന്ധത്തിൽ പൗലോസ് തന്നെ പറയുകയാണ്, കർത്താവ് അവന്റെ പ്രവർത്തികൾക്ക് എന്ത് ചെയ്യും? പകരം ചെയ്യും. എങ്ങനെ എതിരായി മാറിയത്? അടുത്ത വാക്യം വായിച്ച്. തീമോഥെയോസിനോട് പറയാണ്, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട്, അടുത്ത പദം കണ്ടോ, നീയും അവനെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളണം. അപ്പോൾ ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എന്ന് പറയുന്ന പുള്ളി പുറത്തുള്ള ആളല്ല, പിന്നെ എവിടെ ഉള്ള ആളാ? പറഞ്ഞേ, നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. പുറത്തുള്ള ആളാണോ? അല്ല. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എവിടെയുള്ള ആളാണ്? അകത്തുള്ള ആളാ. അവിടെ പറഞ്ഞത് അതാണ്, അവൻ നമ്മുടെ പ്രസംഗത്തിന് എങ്ങനെ എതിർത്തു? അത്യന്തം എതിർത്തത് കൊണ്ട് തീമോഥെയോസിനോട് പറയുകയാണ്, തീമോഥെയോസേ, എനിക്ക് ശേഷം എഫെസോസിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന നീയും പുള്ളി എന്ത് ചെയ്തോണം? ഇപ്പോൾ ഇതിനകത്ത് പല ഓഫീസുകളിലും ഗവൺമെൻറ് തലങ്ങളിലും മറ്റ് പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവർ ട്രാൻസ്ഫർ ആയൊക്കെ എന്ത് ചെയ്യുന്നവരായിരിക്കും? പോകുന്നവർ ആയിരിക്കും. അങ്ങനെ ജോലി ചെയ്തവരിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കട്ടെ. എന്നാലും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ നമ്മൾ ഏത് പോസ്റ്റിലാണോ ട്രാൻസ്ഫർ ആയി പോകുന്നത്, ആ സ്ഥലത്ത് നമുക്ക് മുമ്പേ അതേ പോസ്റ്റിൽ വേറൊരാൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. അദ്ദേഹം വേറെ എങ്ങോട്ടേലും പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ആ ട്രാൻസ്ഫറായി നമുക്ക് മുമ്പ് ഇരുന്ന ആളുമായിട്ട് ഒരു കോണ്ടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാകും അല്ലേ? ചിലർ ചോദിക്കും, ആരാ നേരത്തെ ഇരുന്നത്? ഇന്ന ആളാണ്. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഇപ്പം പരിചയമുള്ളവരാണെങ്കിൽ പറയും, മോനെ ഇന്ന ഓഫീസ് കുഴപ്പമില്ല, പക്ഷേ ഇന്ന ഓഫീസിൽ ഇന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ, അവരെയൊക്കെ ഒന്ന് എന്ത് ചെയ്തോണം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പൗലോസ് പറയാണ്, ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ വളരെ ദോഷം ചെയ്തു, അവനെ നീ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എന്ന് പറയുന്നത് പിശാചാണോ അതോ ഒരു മനുഷ്യനാണോ? ഈ മനുഷ്യൻ ഒരു ജാതീക മനുഷ്യനല്ല, രക്ഷിക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെട്ട ആളാണ്, സത്യത്തിന് വേണ്ടി നിന്ന ആളാണ്. പക്ഷെ ഇപ്പോഴതിലൊന്നും അല്ല. ഇവരുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ എവിടെയാണ് എഴുതിയിട്ടുണ്ട്? 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അലക്സാണ്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 1-ന്റെ 19-20 വാക്യങ്ങൾ. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. അടുത്ത വാക്യം, ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഈ അലക്സാണ്ടർ ആണ് ഏത്? ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഏത് കൂട്ടത്തിൽ? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസ കപ്പൽ തകർന്നുപോയ കൂട്ടത്തിൽ. അപ്പോൾ ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ മോശപ്പെട്ട ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാരാണ്? നല്ല മനസാക്ഷി ഉള്ളവനായിരുന്നു, വിശ്വാസമുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തില്ല? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു, വിശ്വാസ കപ്പൽ എന്ത് ചെയ്തു? തകർന്നുപോയി. അപ്പോൾ ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, മനസാക്ഷി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തില്ല? വിശ്വാസവും ഇല്ല, മനസാക്ഷിയും ഇല്ല. വിശ്വാസവും നഷ്ടപ്പെട്ട് മനസാക്ഷിയും നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പൗലോസിന് വിരോധമായി ദോഷം ചെയ്യുകയാണ്. സ്തോത്രം പറഞ്ഞാവട്ടെ. അപ്പോൾ ഇവരൊക്കെ ബന്ധമുള്ളവരായിരുന്നു. എഫെസോസ് സഭയുമായിട്ട് എന്തുള്ളവരായിരുന്നു?
ബന്ധമുള്ളവരായിരുന്നു. അവരുടെ മെയിൻ പരിപാടി കണ്ടോ? അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരെ ഏൽപ്പിക്കുന്നു എന്നാ പറയുന്നത്. സാത്താനെ ഏൽപ്പിക്കുകയായിരുന്നു. സ്തോത്രം പറഞ്ഞേ. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരെ ഏൽപ്പിക്കുന്നു? സാത്താനെ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവർ പൗലോസിന് വിരോധമായി പ്രവർത്തിക്കുമ്പോഴേ ഇവരാരെ കയ്യിലല്ല, സാത്താൻ്റെ കയ്യിൽ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാ ആരുടെ അക്കൗണ്ടിലാണ് കൊണ്ടിടുന്നത്? സാത്താൻ്റെ. ചിലത് നമ്മളിൽ നിന്ന് സ്വയം ഉണ്ടായി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സാത്താനെ ശാസിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ സ്വയം മാറ്റിയേ പറ്റൂ. സ്തോത്രം പറഞ്ഞേ. ഗദരദേശത്തുള്ളവനെ ബുദ്ധിമുട്ടിച്ചത് സാത്താനാണ്. ഗദരദേശത്തുള്ളവനെ ബുദ്ധിമുട്ടിച്ചത് ആരാ? സാത്താനാ. അവനെ നോക്കി സാത്താനെ വിട്ടുപോകാന്ന് എന്ത് ചെയ്യാം? ശാസിക്കാം. സ്തോത്രം. അതാണ് കവർന്ന ഭൂമിയിലെ പള്ളിക്കകത്തിരുത്തുന്ന ഒരുത്തന്റെ മേൽ കയറിയത് സാത്താനാണ്. യേശു ശാസിച്ചപ്പോൾ ദോഷമൊന്നും ചെയ്യാതെ അവനെ വിട്ട് എന്ത് ചെയ്തു? പോയി. പക്ഷേ എഫെസോസ് ചർച്ചിനകത്തിരിക്കുന്ന ഹുമനയോസിന്റെ അകത്തും അലക്സാണ്ടറിന്റെ അകത്തും ഇരിക്കുന്നത് എന്തല്ല? സാത്താൻ അല്ല, അത് കയ്യിലിരിപ്പാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവരെ ശരിയാക്കാൻ പൗലോസ് ആരെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു? നശിപ്പിക്കാനല്ല, പിന്നെന്തിനാ ഏൽപ്പിച്ചേ? ഞാൻ ചോദിക്കട്ടെ, ഒരു സഭയിലെ പാസ്റ്റർ രണ്ടുപേരെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ ആ രണ്ട് വ്യക്തികളെ കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിക്കാണും? നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരെ ഏൽപ്പിക്കുന്നു? പറഞ്ഞേ, സാത്താനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അതുവരെ അവരാരെ കയ്യിലല്ല, അവരെ സ്വയത്തിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നേ? ദൂഷണം പറയുന്നത്, മനസാക്ഷി തള്ളിക്കളഞ്ഞത്, വിശ്വാസ കപ്പൽ തകർന്നു പോയത്, ഇതെല്ലാം ഇവിടെ നിന്നാ? സ്വയത്തിൽ നിന്നാണ്. ഞാൻ പറയാം, ഈ വ്യക്തികളുടെ വാക്കുകൾ കേട്ട് ഈ ആവശ്യമില്ലാത്ത പഠനങ്ങളിലൂടെ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടാം. അപ്പോൾ പൗലോസ് പറയുന്നു, അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ ആരെ ഏൽപ്പിക്കുന്നു? സാത്താൻ ഏൽപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് പോകും. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിന് ഇരിക്കാൻ പറ്റും. പക്ഷേ ആരാധനയ്ക്കകത്തും വചനം വെളിപ്പെട്ടാലും മനുഷ്യനിരിക്കും. ഈ എതിരായിട്ടുള്ള ഈ കല്ലുപോലുള്ള ചില ഹൃദയങ്ങളുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ അയ്യോ, എനിക്ക് തോന്നുന്നു ആറാമട കുന്നപ്പുഴയല്ലേ, കുന്നപ്പുഴക്കാരത്തൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സ്തോത്രം. പൗലോസ് ഇവരാരെ ഏൽപ്പിച്ചു? സാത്താനെ ഏൽപ്പിച്ചു. കേൾക്കണം, സാത്താനെ ഏൽപ്പിക്കുക എന്ന് ഈ രണ്ട് വ്യക്തിത്വങ്ങളെ സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിലെ തീരുമാനം അല്ല. ഇവരെ സാത്താനെ ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ച് കാണാം. എന്ത് ചെയ്ത് കാണും? കർത്താവേ, ഹുമനയോസും അലക്സാണ്ടറും എന്ത് ചെയ്യണം? ശരിയാകണമെന്ന് എന്ത് ചെയ്ത് കാണും? പ്രാർത്ഥിച്ച് കാണും. പ്രാർത്ഥനയിൽ അവരെന്ത് ചെയ്തില്ല? ശരിയായില്ല. വചനം പറഞ്ഞു കൊടുത്തു, വചനം ശക്തമായി പ്രസംഗിച്ചു, വചനം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തില്ല? കൗൺസിലിംഗ് ചെയ്തു നോക്കി, എന്നിട്ടും എന്ത് ചെയ്തില്ല? അവസാനം ഒരു വിധത്തിലും ശരിയാകാതെ വളരെ ദോഷം ചെയ്തു ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരറ്റ കൈ പ്രയോഗമായിരുന്നു. ആരെ ഏൽപ്പിക്കാം? സാത്താൻ എന്ത് ചെയ്യാം? ഞാൻ പറയാം, വചനത്തിന്റെ മുമ്പിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ പിശാചിനിരിക്കാൻ പറ്റത്തില്ല. വചനത്തിന്റെ മുമ്പിലും അതിശക്തമായ പ്രാർത്ഥനയുടെ തലം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിനിരിക്കാൻ പറ്റും. അവൻ ഇറങ്ങി അങ്ങ് പോകും. പക്ഷേ എത്ര വചനം കേട്ടാലും എത്ര പ്രാർത്ഥനകളിൽ അറ്റൻഡ് ചെയ്താലും പഠിക്കാത്തവര്, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കത്ര് മേശയൊക്കെ ഒരുക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ കിടന്ന് അടി ഉണ്ടാക്കിയ വിശ്വാസികൾ എന്ത് ചെയ്തു? കണ്ടോ ഇല്ലയോ? ഇവരെയൊക്കെ നമ്മൾ ഏത് അക്കൗണ്ടിൽ കൊണ്ടിടും? അവിടെ നമ്മൾ ആരെ കുറ്റം പറയുന്നേ? സാത്താനെ. ഈ കത്ര് മേശ ഒരുക്കി വെച്ചിട്ട് അടി ഉണ്ടാക്കിയവർ രക്ഷിക്കപ്പെടാത്തവരാണോ? സ്നാനപ്പെടാത്തവരാണോ? പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണോ? വചനം കേൾക്കാത്തവരാണോ? ആണോ? അതുപോലത്തെ എത്ര കത്രിമേശ അറ്റൻഡ് ചെയ്തവരെ ശുദ്ധീകരണത്തിൻ്റെ വചനം കേൾക്കാത്തവരാണോ? അപ്പോൾ വചനം കേട്ടുവച്ചിട്ടും മനഃപൂർവമായി
ആ സ്വയത്വം വിട്ടുകൊടുക്കാതെ, അഹങ്കാരം വിട്ടുകൊടുക്കാതെ, ഒന്ന് താഴാൻ മനസ്സില്ലാതെ, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അവരൊക്കെ എന്താ ചെയ്യണ്ടേ? അതാ ഞാൻ പറഞ്ഞേ, സാത്താനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ മനുഷ്യനെതിരായി കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യും? സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം, പൗലോസിന് ഏറ്റവും കൂടുതൽ തനിക്കെതിരെ ദോഷം ചെയ്തത് ആരാ? സാത്താനാണോ മനുഷ്യനാണോ? കണ്ടോ, ആരെ കൊണ്ടും അഴിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് എഫെസോസിലെ അർത്തിമിസിന്റെ ശക്തി. അതൊക്കെ പൗലോസിന് മുമ്പിൽ പപ്പടം പൊടിയുന്നത് പോലെ എന്ത് ചെയ്തു? പൊടിഞ്ഞു. പക്ഷേ എഫെസോസിനകത്തുണ്ടാകുന്ന അർത്തിമിസിന്റെ ശക്തിയെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചും നശിപ്പിച്ചു കളഞ്ഞ പൗലോസ് ഹുമനയോസിനെ, അലക്സാണ്ടറൊക്കെ എന്തുമാത്രം ദോഷം ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അർത്തിമിസ് ആണോ ഡേഞ്ചർ? ഹുമനയോസും അലക്സാണ്ടറും ആണോ ഡേഞ്ചർ? ആരാ ഡേഞ്ചർ? അടുത്ത് പിന്നെ പറയാം. എഫെസോസിൽ പൗലോസ് എന്നപ്പോഴാണ് അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശുദ്രപ്രയോഗം ചെയ്തിരുന്നവർ അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ചുട്ട് കളഞ്ഞു. ആര് ചുട്ടു? പൗലോസ് ചുട്ടോ? ഇല്ല. ശുദ്രപ്രയോഗം ചെയ്തിരുന്നവർ തന്നെ അവരുടെ പുസ്തകങ്ങൾ പൗലോസിന്റെ മിനിസ്ട്രി വെളിപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? പുള്ളി കത്തിക്കാനും പോയില്ല, മണ്ണെണ്ണ ഒഴിക്കാനും പോയില്ല, തീപ്പൊട്ടൊഴിച്ച് കത്തിക്കാനൊന്നും ആര് പോയില്ല. ആരാണോ പുസ്തകം എഴുതിയത് അവര് തന്നെ എന്ത് ചെയ്തു? കത്തിച്ചു. അപ്പോൾ മന്ത്രവാദങ്ങൾ എഴുതി വച്ചിരുന്ന പുസ്തകങ്ങളെ വളരെ നിസ്സാരമായിട്ടാണ് കത്തിക്കുന്ന ശുശ്രൂഷ ആര് ചെയ്തേ? പൗലോസ് ചെയ്ത. പക്ഷെ ഹുമനയോസിനെയും അലക്സാണ്ടറിനെയും ഒന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരുന്നു അല്ലയോ? കേട്ടോ, നിങ്ങളുടെ സ്തോത്രമൊക്കെ പോയി. സ്തോത്രം പോയോ? അപ്പോൾ ഈ സാത്താനെതിരായാലും മനുഷ്യനെതിരായാലും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞ പോലെ സാത്താൻ പോകത്തില്ലെന്ന് പറഞ്ഞാലും പ്രാർത്ഥന, പ്രത്യേകിച്ച് ഒരു പാട്ട് പാടിക്കൊടുത്താൽ മതി. തീ കത്തിക്കുക എന്നുള്ളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റാൻസ് ആകുമ്പോൾ തന്നെ പുള്ളി പറയും, ഞാൻ എന്ത് ചെയ്തോളാം. അയ്യോ, നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ പെന്തക്കോസ്ത് സഭയിലാണോ ശുശ്രൂഷിക്കുന്നത്? തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക, സ്വർഗീയ രാജാവ് എന്നിൽ തീ കത്തിക്കുക എന്നുള്ള പാട്ട് പാടി രണ്ടാമത്തെ ലൈനാകും, ഞാൻ പോകത്തില്ല, ഇവളെയും കൊണ്ട് ഇവരെയും കൊണ്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പിശാച് രണ്ടാമത്തെ ലൈനാകുമ്പോൾ അലറി വിളിച്ച് പറയും, ഞാൻ എന്ത് ചെയ്തോളാം, എന്നെ വിട്ടാ മതി, തീ കത്തുകയാണെന്ന് എന്ത് ചെയ്യും. പക്ഷെ ഈ തീ കത്തിക്കുക എന്ന് പറയുന്ന പാട്ട് പാടുന്ന അച്ഛൻ്റെ അമ്മാമ്മയുടെയും സ്വഭാവം മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാടുന്നവരെ ചേഞ്ച് ചെയ്യാനാണെന്ത്? സ്തോത്രം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ദൂതായിരിക്കത്തില്ല. ഇന്ന് പകൽ എന്താണോ പരിശുദ്ധാത്മ പറയുന്നത് അതാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാത്താനെതിരായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ എളുപ്പമാണ്. പക്ഷെ മനുഷ്യനെതിരായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടുന്നേ? എങ്ങനെ നേരിടും? കേൾക്കണം, മനുഷ്യൻ എപ്പോഴാണ് എതിരാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വിശാലതയിലേക്ക് കയറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്. നമുക്കൊരു വിശാലതയില്ലെങ്കിൽ എന്തില്ല, എതിര്. നമ്മളൊരു പഴയ സെറ്റപ്പിൽ, പഴയ രീതിയിൽ, പഴയ തലത്തിൽ ഒതുങ്ങിക്കൂടി ഒരു നോർമൽ ലൈഫ് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മോട് ആരും എന്ത് ചെയ്യത്തില്ല. കേൾക്കണം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒത്തിരി തെളിവുകൾ ഞാൻ തരാം, പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും. യോസേഫിനോട് ദൈവം ഇടപെട്ടപ്പോൾ ആരെതിരായി? പിശാചെതിരായോ? എങ്ങനെ ഇടപെട്ടു? സ്വപ്നത്തിലൂടെ ദൈവം ഇടപെട്ടപ്പോൾ മനുഷ്യൻ അവനോട് അസൂയ തോന്നിയിട്ട് പറയും, ഇതാ സ്വപ്നക്കാരൻ വരുന്നു. ആര് വരുന്നു? ഇന്നലെ വരെ അനിയൻ വരുന്നു, അനുജൻ വരുന്നു എന്ന് പറഞ്ഞോമാർ ഇപ്പൊ എന്താ പറയുന്നേ? മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം പറഞ്ഞേ. മനുഷ്യരായ യോസഫിന്റെ ചേട്ടന്മാരെതിരായപ്പോൾ എന്താ ചെയ്തേ? അവനെ ബുദ്ധിമുട്ടിച്ചോ? അവനെ മുഷിപ്പിച്ചോ? അവനെ തകർക്കാൻ പ്ലാൻ ഒരുക്കിയോ?
ഞാൻ പറ, ഈ സാത്താൻ തകർക്കാൻ പ്ലാൻ ഒരുക്കിയാലും നടക്കത്തില്ല. പക്ഷെ ഈ മനുഷ്യൻ ഒരാളെ തകർക്കാൻ പ്ലാൻ ഒരുക്കി കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അവർ നടത്താൻ ശ്രമിക്കും. മനുഷ്യനെതിരായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ചെന്ന് എനിക്കും കിട്ടിയില്ലെങ്കിൽ നിനക്കും എന്ത് ചെയ്യരുത്, ഞാൻ അനുഭവിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിക്കാം, ആരാ ഡേഞ്ചർ? ഈ മനുഷ്യനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതാ നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്ത ദൂതുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് സാത്താനോട് എതിർത്ത് നിൽക്കാൻ അറിയാം, പക്ഷേ എതിരായി മാറുന്ന മനുഷ്യനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ സാത്താനോട് എതിർക്കത്തില്ല, പിന്നെ ആരോടാ എതിർക്കുന്നേ? സാത്താനെ കാണുമ്പോൾ പേടിച്ചോടും, മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടെന്ത് ചെയ്യും? സ്തോത്രം. ബൈബിൾ പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കണം. സാത്താനോട് ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ. പക്ഷെ എതിർത്ത് നിൽക്കുന്ന മനുഷ്യനെ വളരെ പക്വമായും പ്രാർത്ഥനയിലൂടെയും അവനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അവിടാണ് ജയിക്കുന്നത്. നിങ്ങൾ കേട്ടോണം, ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ യോസഫിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. യോസഫിനോടുള്ള ബന്ധത്തിൽ മനുഷ്യരായ തൻ്റെ ജ്യേഷ്ഠന്മാർ തനിക്കെതിരായി മാറിയപ്പോൾ യോസഫ് തൻ്റെ ജ്യേഷ്ഠന്മാരെ എങ്ങനെയാണ് നേരിട്ടെ? തിരിച്ച് പ്രതികാരം ചെയ്തോ? പ്രതികാരം ചെയ്യേണ്ട അവസരം കിട്ടിയപ്പോഴും പകരം ചെയ്തോ? അവന്മാരെല്ലാവരും ആരുടെ കാൽ കീഴെ വന്നു? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് യോസഫിൻ്റെ കാൽ കീഴെ വന്നപ്പോൾ എന്ത് ചെയ്തു? പകരം ചെയ്തോ? ഇല്ല. മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം, എതിരാകുന്നവരെ നേരിടാൻ പഠിക്കണം. ഞാനത് ഒരു വചനത്തിലൂടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, ക്ഷാമം വന്നപ്പോൾ ഇസഹാക്ക് ഗരാറിൽ വന്നു. എവിടെ വന്നു? ഗരാറിൽ വന്നു. 26-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ കാണാം, ഗരാറിൽ വന്നു. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോഴും ഇസഹാക്കിന്റെ അപ്പനായ അബ്രഹാമും ക്ഷാമം ഉണ്ടായപ്പോൾ അവിടെ വന്നു, ഗരാറിൽ വന്നു. 26-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ തലമുറയായ ഇസഹാക്ക് എവിടെ വന്നു? ക്ഷാമം ഉണ്ടായപ്പോൾ ഗരാറിൽ വന്നു. ഗരാർ എന്ന് പറയുന്നത് ഗരാറിലെ രാജാവ് അല്ലെങ്കിൽ ഫെലിസ്ത്യരുടെ രാജാവാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. ആ 1-ാമത്തെ വാക്യം വായിച്ച്, 26-ന്റെ 1-ാമത്തെ വാക്യം വായിച്ച്. ഗരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ വായിച്ചേ, അബീമേലെക്കിന്റെ അടുക്കൽ ആര് പോയി? ഇസഹാക്ക് പോയി. അടുത്ത വാക്യം. എന്നിട്ട് ദൈവം അവനോട് പറയുകയാണ്, യഹോവ അവനോട് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നീ എങ്ങോട്ട് പോകരുത്? മിസ്രൈമിലേക്ക് എന്ത് ചെയ്യരുത്? പോകരുത്. അടുത്ത വാക്യം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് എന്ത് ചെയ്യണം? പാർക്കണം. അടുത്ത വാക്യം. ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നീ ഈ ദേശത്ത് പാർക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഇതാരാ പറയുന്നേ? ദൈവം ഇസഹാക്കിനോട് പറയുകയാണ്, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന ദേശത്ത് നീ താമസിച്ചോണം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ എന്ത് ചെയ്യും? ഈ ദേശത്ത് നീ പാർക്കണം. ഈ ദേശം എന്ന് പറഞ്ഞാൽ ഏത് ദേശം? ഗരാറിൽ നീ പാർക്കണം. നീ ഗരാറിൽ പാർത്താലും എങ്ങോട്ട് പോകരുത്? മിസ്രൈമിലേക്ക്. ആദ്യം ദൈവം പറഞ്ഞത് ഈ ദേശത്ത് പാർക്കണമെന്ന് പറയുന്നതിന് മുന്നമേ ആദ്യം ദൈവം ഇസഹാക്കിനോട് ഇടപെട്ടിട്ട് ആദ്യം പറഞ്ഞ ദൂത്, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഈ ഗരാറിൽ നീ വന്നത് ക്ഷാമ മുഖാന്തരം വന്നേ. ഈ ഗരാറിൽ ഇനി എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോയാലും ഇസഹാക്ക് നീ എങ്ങോട്ട് പോകരുത്? മിസ്രൈമിലേക്ക് പോകരുത്. കേൾക്കണം, ഈ മിസ്രൈമിലേക്ക് പോകരുത് എന്നുള്ള പദം ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അതാ ഇച്ചിലൂടെ ഇഷ്ടപ്പെട്ടത്.
ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുകയാണ്, ഡു നോട്ട് ഗോ ഡൗൺ ഇൻ ടു ഈജിപ്റ്റ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നീ താഴോട്ട് പോകരുത് എന്നാ പറയുന്നത്. എങ്ങോട്ട് പോകരുത്? ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് എങ്ങോട്ട് പോകരുത്? മലയാളത്തിൽ മിസ്രൈമിലേക്ക് പോകരുതെന്ന് പറയുന്നെങ്കിൽ ഇംഗ്ലീഷിൽ ഡു നോട്ട് ഡൗൺ ഇൻ ടു ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ നീ താഴോട്ട് എന്ത് ചെയ്യരുത്. അപ്പോൾ ദൈവം നമ്മെ താഴ്ത്തുന്നവനല്ല, പിന്നെ ഒരിക്കലും താഴ്ചയിലേക്ക് ഒരു ദൈവ പൈതൽ പോകാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ദൈവത്തിന്റെ മക്കൾ എല്ലാ ഏരിയയിലും വളരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്നവർ ദാരിദ്ര്യത്തിലും ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ആണോ? ദൈവത്തിന് അങ്ങനെ ആഗ്രഹമുണ്ടോ? നമ്മൾ എരന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും മെച്ചപ്പെട്ട് ജീവിക്കണമെന്നാണോ, അതോ താഴോട്ടുള്ള നിലവാരത്തിൽ ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മൾ മെച്ചപ്പെട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ലൈഫ് മെച്ചപ്പെടാതെ നമ്മൾ താഴത്തെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ കുറ്റം പറയരുത്. അത് ദൈവം അനുവദിച്ച പ്രശ്നമെന്ന് പറയരുത്. അത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മൾ താഴോട്ട് പോയി. ഇതിനർത്ഥം ദൈവത്തെ അറിയുന്നവർക്ക് കഷ്ടതയില്ലെന്നല്ല. കഷ്ടതയുണ്ടെങ്കിലും അതിനകത്തൊരു വളർച്ചയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഈ വളർച്ചയില്ലാത്ത കഷ്ടതയെ സൂക്ഷിച്ചോണം. വളർച്ചയില്ലാത്ത കഷ്ടത എന്ത് ചെയ്തോണം? കഷ്ടതയുണ്ട്, പക്ഷെ അതിനകത്തൊരു ഉയർച്ചയും ഒരു നന്മയും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ ചിന്തിച്ചോണം, അത് ദൈവത്താലുള്ളതാണ്. അത് ബൈബിൾ പറയുന്നു, ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ ആണോ? സ്തോത്രം പറഞ്ഞേ. കഷ്ടതയുണ്ടെങ്കിലും നമ്മളെ താഴ്ത്തുന്നവനല്ല ആര്? ദൈവത്തിന്റെ ആഗ്രഹം ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ലൈഫ് മെച്ചപ്പെടണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴെത്തട്ടിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് പോകാൻ ആരാഗ്രഹിക്കുന്നില്ല? നമ്മൾ ഉയരുന്നതിനനുസരിച്ചുള്ള കഷ്ടത എന്ത് ചെയ്യും? അത് നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ജനത്തോട് പറയാം, ആത്മീക തലത്തിലാകട്ടെ ഭൗമിക തലത്തിലാകട്ടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന റേഞ്ചിൽ നിന്നും ഒരിക്കലും താഴോട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. അതാ ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞത്, മോനെ നീ മിസ്രൈമിലേക്ക് എന്ത് ചെയ്യരുത്. ചിലപ്പോൾ മിസ്രൈമിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് തൊഴിൽ കിട്ടുമായിരിക്കാം, കഴിക്കാൻ ആഹാരം കിട്ടുമായിരിക്കാം, നിന്റെ ഇപ്പോഴത്തെ ക്ഷാമം മാറുമായിരിക്കാം. പക്ഷെ നീ ആയുസിൽ കയറി വരാത്ത രീതിയിൽ അടിമത്വത്തിലേക്ക് നീ വീണു പോകും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മെ താഴ്ത്തുന്നവനല്ല, ദൈവം ആരാ? ഉയർത്തുന്നവനാണ്. കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് പകൽ പറയാം, അതിൻ്റെ നടുവിലും നമ്മെ ഉയർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ ആദ്യം ദൈവം ഇസ്ഹാക്കിനോട് പറഞ്ഞത്, നീ മിസ്രൈമിലേക്ക് എന്ത് ചെയ്യരുത്. പക്ഷേ ഗരാറിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിലും നീ എവിടെ നിൽക്കണം മോനെ? പറ. ഈ ഗരാറിൽ ഇസ്ഹാക്ക് തുടർന്നപ്പോൾ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ അപ്പനായ അബ്രഹാം എന്ത് കള്ളം അബീമേലെക്കിനോട് പറഞ്ഞു, അതേ കള്ളം ആര് പറഞ്ഞു? ഇസ്ഹാക്ക് പറഞ്ഞു. അല്ലേ? റബേക്ക സഹോദരിയാണെന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. അബ്രഹാം സാറ ആരാന്ന് പറഞ്ഞു? സഹോദരിയാന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഈ കള്ളം പറഞ്ഞത്, കള്ളം പറയുക, പോഷ്ക്ക് പറയുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് പറഞ്ഞതല്ല. ഇത് പുള്ളിയുടെ നിലനിൽപ്പിനെ ഭയന്ന് പറഞ്ഞതാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയാം, നമ്മൾ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞാലും കള്ളം ഹാബിറ്റായിട്ട് പറഞ്ഞാലും അത് പുറത്തു വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ചിലർക്ക് കള്ളം പറയുക എന്ന് പറയുന്നത് ലൈഫിലെ ഒരു ഹാബിറ്റാണ്. പക്ഷേ ഈ നിലനിൽപ്പിന് വേണ്ടി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നിലനിൽപ്പിന് വേണ്ടി പറയുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ഏത് രീതിയിൽ കള്ളം പറഞ്ഞാലും ആ കള്ളം എന്ത് ചെയ്യും? കേൾക്കണം,
അബീമേലെക്കിനോട് ഇസഹാക്ക് പറഞ്ഞു റെബേക്ക ആരാണ്? സഹോദരിയാണ്. പക്ഷെ ഏത് അബീമേലെക്കിനോട് പറഞ്ഞു അതേ അബീമേലെക്ക് തന്നെ എന്ത് ചെയ്തു? റെബേക്ക സഹോദരിയല്ല, തൻ്റെ വൈഫാണെന്ന് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അബീമേലെക്ക് ആരാ? ഫെലിസ്ത്യരുടെ രാജാവാ. ഞാൻ ചോദിക്കട്ടെ, ഫെലിസ്ത്യരുടെ രാജാവിനോട്, ഒരു രാജാവിനോട് കുടിയേറ്റക്കാരൻ അല്ലെങ്കിൽ അവിടെ ക്ഷാമം ഉണ്ടായപ്പോൾ വന്ന ഒരു വ്യക്തി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റൂല്ലയോ? നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. കള്ളം പറയുന്നവൻ ഉണ്ടാകുന്ന ശിക്ഷ എന്തുവാ? പ്രത്യേകിച്ച് ഇങ്ങനെ വലിയൊരു കള്ളം. ഇത് അവരെയും കൂടെ കുഴപ്പിക്കുന്ന, അവരെയും കൂടെ ബാധിക്കുന്ന, അവരുടെ പ്രാണനെയും കൂടെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു കള്ളമാണ് ആരെന്ത് ചെയ്ത് പറഞ്ഞ. അതാണ് ഈ 26-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ച് 26-9 ഉൽപ്പത്തി 26:9. വിളിച്ചു, അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം. ചോദിച്ചതിന് ഇസഹാക്ക് അവനോട് അപ്പൊ മരിക്കാതിരിക്കാനാ പുള്ളി പറഞ്ഞേ. അടുത്ത വാക്യം, അപ്പോൾ അബീമേലെക്ക് പറഞ്ഞ വാക്ക് നോക്കിയേ, നീ ഞങ്ങളോട് ചെയ്തത് എന്ത്? ജനത്തിൽ ആരെങ്കിലും പറഞ്ഞു. അപ്പോ ഈ കള്ളത്തിലൂടെ അവരെയും കൂടെ കുഴപ്പിക്കുന്ന രീതിയിൽ, അവർക്കും കൂടെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കള്ളമാണ് എന്ത് ചെയ്ത്, അവരെയും കൂടെ ദ്രോഹിക്കുന്ന രീതിയിലെ കള്ളമാണ് ആര് പറയുന്നേ? ഇസഹാക്ക് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കള്ളം മറ്റുള്ളവർക്ക് ദ്രോഹമാണ്, ദ്രോഹം ചെയ്യുന്ന കള്ളമാണെന്ന് രാജാവ് കണ്ടുപിടിച്ചാൽ അവന്റെ സ്ഥിതി എന്തുവായിരിക്കും? പുള്ളി എന്ത് ചെയ്യണം പറഞ്ഞേ. പക്ഷേ ഈ അബീമേലെക്ക് ഇസഹാക്കിനോട് പറഞ്ഞ പദം എന്താണെന്നറിയോ? അടുത്ത വാക്യം വായിച്ചു സിസ്റ്ററെ. പിന്നെ അബീമേലെക്ക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോട് എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, എതിരായി മാറേണ്ട രാജാവ് ഇപ്പോൾ ആരായി മാറി? അനുകൂലമായി മാറി. സത്യം പറഞ്ഞാൽ അബീമേലെക്ക് ഇസഹാക്കിന് താൻ പറഞ്ഞ കള്ളം നിമിത്തം എതിരായി മാറണോ അതോ അനുകൂലമായി മാറണോ? എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. കാരണം അവരെയും കൂടെ ട്രബിളിലാക്കുന്ന ഒരു കള്ളമാണ് എന്ത് ചെയ്തത് ഇസഹാക്ക് പറഞ്ഞത്. പക്ഷേ അതേ രാജാവ് എതിരാകേണ്ട സ്ഥലത്ത് ഇപ്പോൾ അബീമേലെക്ക് ഇസഹാക്കിനും തൻ്റെ ഭാര്യയ്ക്കും സപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ മനുഷ്യനെയോ തൻ്റെ ഭാര്യയെയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ മരണശിക്ഷയ്ക്ക് യോഗ്യരാക്കുമെന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അപ്പൊ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇസഹാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഗെരാറിലെ അല്ലെങ്കിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്ക്. അബീമേലെക്ക് ആരും എന്ത് ചെയ്യുക? ഇപ്പം ഇസഹാക്കിനെ കൈത്താങ്ങി അല്ലേ? ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അബീമേലെക്ക് ഇസഹാക്കിന് എന്ത് ചെയ്തു? കൈത്താങ്ങി. കൈത്താങ്ങുക മാത്രമല്ല, ആ ദേശത്ത് നിൽക്കാനും അവിടെ വിത്ത് വിതയ്ക്കാനുള്ള അനുവാദം ആര് കൊടുത്തു? അബീമേലെക്ക് കൊടുത്തു. കേൾക്കണം, അടുത്ത് ഇസഹാക്ക് വിത്ത് വിതച്ചു. 12-ാമത്തെ വാക്യം വായിച്ചേ. 12-ാമത്തെ വാക്യം, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ എത്ര പേര് വിളവ് കിട്ടി? 100 പേര് വിളവ് കിട്ടി. അടുത്ത വാക്യം, യഹോവ അവനെ അനുഗ്രഹിച്ചു. വായിച്ചേ, അവൻ വർദ്ധിച്ച് മതി, വർദ്ധിച്ച് ആരായി തീർന്നു? ഗെരാറിൽ വന്നത് എങ്ങനെ? ഗെരാറിൽ വന്നപ്പോൾ വല്ലതും ഉണ്ടായിരുന്നോ? അല്ലേ? ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലും തട്ടിയും മുട്ടിയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നേ, ഗെരാറിൽ വന്നേ. അവിടെ വന്ന് കള്ളം പറഞ്ഞപ്പോൾ താൻ പ്രതീക്ഷിക്കാത്തതുപോലെ ദൈവം അബീമേലെക്കിനെ പ്രതികൂലമാക്കല്ല, പിന്നെ അനുകൂലമായി നിന്നു. താൻ വിത്തു വിതച്ചു, 100 പേന് കൊയ്ത്ത് കിട്ടി, അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു. ഇപ്പൊ ആരായി? ഇത് 2-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞ ദൂതാ നടന്നേ. 2-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞ ദൂതാണ് നടന്നത്. ശ്രദ്ധിക്കണം. എന്നാലും
ആ ആ സ്ഥലത്ത് നിൽക്കാൻ അനുവാദം കൊടുത്തത് അബീമേലെക്ക് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ മരണത്തിന് യോഗ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ഇസഹാക്കിനെ സപ്പോർട്ട് ചെയ്തത് ആരാ? ആ രാജ്യത്തിൻ്റെ രാജാവ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ രാജാവായ അബീമേലെക്കിനോട് ഇസഹാക്കിനൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ എന്ത് ചെയ്യും അല്ലേ? നമ്മളെ സഹായിച്ചവരെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മറക്കരുത്. നമ്മളെ കൈത്താങ്ങിയവരെ, നമ്മുടെ ആപത്ത് കാലഘട്ടത്തിൽ കൈത്താങ്ങിയവരെ എന്ത് ചെയ്യരുത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇസഹാക്കേ, നീ തകർന്നു പോകേണ്ടടുത്ത് നീ തകർന്നു പോകുന്ന രീതിയിലുള്ള ഒരു കള്ളം പറഞ്ഞിട്ടും ആ സ്ഥലത്തെ ആ രാജ്യത്തിൻ്റെ രാജാവായ അബീമേലെക്കും നിനക്കെതിരായി മാറാത്തത് ദൈവത്തിൻ്റെ കരമാണ്. നീ അവിടെ തീരാത്തത്, നിന്റെ ഭാര്യയ്ക്കും നിനക്കും ഇത്ര വലിയ സപ്പോർട്ട് കിട്ടിയത് നിന്റെ മിടുക്കല്ല, നിന്റെ യാതൊന്നുമല്ല, ദൂതാണ്. എന്താണ് പറഞ്ഞേ? ദൂത്. ദൈവം പറഞ്ഞു, ദൂതാണ്. ഞാൻ നിന്നെ ഇവിടെ എന്ത് ചെയ്യും? ഈ ദേശത്ത് താമസിച്ചുമാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കേൾക്കണം, അബീമേലെക്ക് നിൽക്കാൻ അനുവാദം കൊടുത്തു, സപ്പോർട്ട് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, സപ്പോർട്ട് കൊടുത്തു. ഇസഹാക്ക് അവിടെ നിന്നു. ഇസഹാക്ക് വിതച്ചു, 100 മേനി കൊയ്ത്തുണ്ടായി. വർദ്ധിച്ച് എന്തുണ്ടായി? മഹാധനവാനായി തീർന്നു. മഹാധനവാനായി തീർന്നപ്പോൾ അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? അടുത്ത വാക്യം, മാട്ടിൻകൂട്ടങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് ഇപ്പൊ എന്ത് തോന്നി? എപ്പോഴാണ് അസൂയ തോന്നിയേ? വന്നതുപോലെ ഇരുന്നപ്പോഴാണ് അസൂയ തോന്നിയേ. പിന്നെ അവൻ വളരാൻ തുടങ്ങിയപ്പോൾ, അവൻ്റെ അതിര് വിശാലമായപ്പോൾ, അവൻ മഹാസമ്പന്നനായപ്പോൾ ഇപ്പൊ എന്ത് തോന്നി? അത് ഞാൻ പറഞ്ഞേ, നമ്മൾ വന്നതുപോലെ നിന്ന് കഴിഞ്ഞ പ്രശ്നം ഇല്ല. അല്ലെങ്കിൽ നീ ഗരാറിൽ വന്നോ, അവിടെ നീ ഒട്ടും നിവർത്തിയില്ലാത്തവനായ വന്നേ. പക്ഷെ വന്ന് തട്ടിയും മുട്ടിയൊക്കെ അല്ലലില്ലാതെ പട്ടിണിയില്ലാതെ ജീവിക്കുന്ന ഒരു ലെവലിൽ പോയാലും കുഴപ്പം മനസ്സിലാകുന്നുണ്ടോ? ഒരു ചെറിയ വീടും ചെറിയൊരു വരുമാനവും ഒക്കെ ആയിട്ട് പോയാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ ഇപ്പം നിനക്കെതിരെ അസൂയ വന്നതിൻ്റെ കാരണം നീ അവിടെയുള്ള പല പുള്ളികൾക്കും അപ്പുറപരമായിട്ട് നീ എന്ത് ചെയ്തു? അവിടെ ഇല്ലാത്ത പലർക്കും ഇല്ലാത്ത വളർച്ച ആർക്കുണ്ടായി? ഇസഹാക്കിനുണ്ടായി. ഇസഹാക്ക് വളർന്നപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് സ്നേഹം തോന്നിയോ? അയ്യോ, ഒന്നുമില്ലാതെ വന്നവനാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവൻ വലിയ ധനവാനായി, സന്തോഷം, ദൈവം ഇനി അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞ്. അങ്ങനെ പറയൂ? ഒരു സ്തോത്രമൊക്കെ പറഞ്ഞേ. ഞാനൊരു കാര്യം പറയാം, നീ വളർന്നോ, നീ അനുഗ്രഹം പ്രാപിച്ചോ, പക്ഷെ ഞങ്ങളുടെ അത്ര നീ എന്ത് ചെയ്യണ്ട, വളരണ്ട. ഞങ്ങളുടെ സമമായിട്ട് നീ വളരെയും വേണ്ട, ഞങ്ങൾക്ക് മുകളിൽ നീ വളരെയും വേണ്ട. നീ ഞങ്ങൾ വളരുന്നതിന്റെ ഒരു 2 സ്റ്റെപ്പ് താഴെ എന്ത് ചെയ്താൽ മതി, നീ ഒപ്പം വളരണ്ട. ഇതാണ് വിഷയം. അന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം ഇതാ. നീ വളർന്നോ, നീ ജീവിച്ചോ, നീ കാർ മേടിച്ചോ, നീ വീട് വെച്ചോ, നീ പ്രാർത്ഥിച്ചോ, നീ ശുശ്രൂഷിച്ചോ, പക്ഷെ എനിക്കൊപ്പം ശുശ്രൂഷിക്കണ്ട, ഞാൻ വെച്ചതുപോലത്തെ വീട് വെക്കണ്ട, ഞാൻ സഞ്ചരിക്കുമ്പോഴത്തെ കാറിൽ നീ സഞ്ചരിക്കണ്ട, അതിനേക്കാളും 2 സ്റ്റെപ്പ് താഴെ നിന്നാ മതി. നീ എനിക്കൊപ്പം നിന്നാ വിഷയമാണ്. എന്റെ ഒപ്പത്തിനൊപ്പം എന്ത് ചെയ്യണ്ട. കാരണം ഇപ്പൊ സ്വോത്രമൊക്കെ പോയി. ഒപ്പത്തിനൊപ്പം വളർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? എതിരുണ്ടാകും. ആരെതിരായി എന്നറിയാവോ സിസ്റ്ററെ? ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നിട്ട് 16-ാമത്തെ വാക്യം വായിച്ച് അബീമേലെക്ക് എന്താ പറഞ്ഞ്? അബീമേലെക്ക് ഇസഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് പോടാ, ഈ ദേശം വിട്ട് എന്ത് ചെയ്യ? എപ്പോഴാ പോവാൻ പറഞ്ഞേ? എപ്പോഴാ പോവാൻ പറഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, 9-ാമത്തെ വാക്യത്തിനകത്തെ വായിക്കണ്ട. ഇസഹാക്ക് കള്ളം പറഞ്ഞു നിന്നപ്പോൾ അത് കണ്ട് ആര് പിടിച്ചു? അബീമേലെക്ക് പിടിച്ചു. മരണയോഗ്യകരമായിട്ടുള്ള കുറ്റം ആര് ചെയ്ത്? ഇസഹാക്ക് ചെയ്ത്. അന്ന് സപ്പോർട്ട് ചെയ്തത് ആരാ? അബീമേലെക്ക്. അന്നത്തെ അബീമേലെക്കിന്റെ സപ്പോർട്ട് ഇസഹാക്ക് കണ്ടപ്പോൾ സ്വപ്നത്തിൽ ചിന്തിച്ചോ അബീമേലെക്ക് ഇസഹാക്കിനെതിരാകുമെന്ന്?
സ്റ്റാൻലി പാസ്റ്റർ, സ്റ്റാൻലി എന്ന് പേരുണ്ടല്ലേ, അനീഷ് സ്റ്റാൻലി അല്ലേ. അനീഷ് പാസ്റ്ററെ, ഇസ്ഹാക്ക് ചിന്തിച്ച് കാണൂ ആയുസ്സിൽ അബീമേലെക്കെതിരായി മാറുമെന്ന്. അന്നത്തെ ആ സ്നേഹവും ആ കുടുംബത്തോടുള്ള പ്രീതിയും അബീമേലെക്കിന്റെ ആ ഒരു കൈത്താങ്കലും ഒക്കെ കണ്ടപ്പോൾ ഇസ്ഹാക്ക് ചിന്തിച്ചു, ഇനി ആരൊക്കെതിരായാലും ആരെതിരാകത്തില്ല. ഇന്ന് പകൽ ദൂത് കേട്ടോണം, ആരും നിങ്ങൾക്കെതിരാകത്തില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചോ, അവരെതിരായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ ദൂത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കണക്റ്റ് ആകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫാണ് പറയുന്നേ. നമ്മൾ ചിന്തിച്ച് ഇന്ന ആൾ എന്ത് ചെയ്യത്തില്ല, എതിരാകത്തില്ല. ആരൊക്കെ പിണങ്ങിയാൽ ഇന്ന ആൾ എന്ത് ചെയ്യത്തില്ല, പിണങ്ങത്തില്ല. എൻ്റെ കൂടെ അവസാനം വരെ എന്ത് ചെയ്യും, ഈ ബന്ധം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അങ്ങനെ ചിന്തിച്ച ബന്ധങ്ങൾ നിന്നിട്ടുണ്ടോ, തകർന്നിട്ടുണ്ടോ? ഞാൻ പറയാം, ബന്ധങ്ങൾ തകരാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. നിനക്കൊരു വഴി തുറന്നാൽ മതി. നിനക്ക് വിശാലമായൊരു വാതിൽ തുറന്നാൽ നീ പോലും ചിന്തിക്കാത്തവർ എതിരായി മാറും. ഗെരാറിൽ നിൽക്കാൻ അനുവാദം കൊടുത്ത അബീമേലെക്ക് ഇപ്പൊ പറയാണ്, നീ ഇന്ന് ഇവിടെ കിടന്ന് കൂടുതൽ എന്ത് ചെയ്യണ്ട, നീ വളരണ്ട, നീ ഇവിടെ വിട്ട് എന്ത് ചെയ്തോ നിന്റെ വളർച്ചയൊക്കെ. കാരണം നീ ഇപ്പം വളർന്ന് വളരാൻ അവസരം തന്ന എന്നെക്കാൾ നീ ആരായി? നീ അതാ ഞാൻ പറഞ്ഞു, വളരുന്നതിന് പ്രശ്നമില്ല. കഞ്ഞി കുടിച്ചു പോയ പ്രശ്നം. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? പിള്ളേരെയൊക്കെ മാന്യമായിട്ട് പഠിപ്പിച്ച് ഒരുവിധമൊക്കെ പരുവത്തിൽ പോയ വിഷയം. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് പോലെ നീ എന്ത് ചെയ്യണ്ട. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം സാധാരണക്കാരുടെ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു മാരുതി സുസുക്കിയുടെ വണ്ടികളൊക്കെ, ഒരു 10 ലക്ഷത്തിനകത്തുള്ള ഒരു മാരുതി സ്വിഫ്റ്റോ ഡിസയറോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല, കുഴപ്പമില്ല, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ മാരുതി സുസുക്കി മാറിയിട്ട് നീ ഒരു ബെൻസിലോട്ടോ BMW കയറിയ പ്രശ്നമാണ്. നമ്മളൊരു സാധാരണക്കാരെ പോലെ ജീവിച്ചാൽ എന്തില്ല, പ്രശ്നം ഇല്ല. പക്ഷെ ലൈഫിനകത്ത് അടുത്തൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞ പ്രശ്നമാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ അവന് ഒരു നോർമൽ അരുന്തുള്ള ഒരു കാറ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ വില കൂടിയ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? സഞ്ചരിക്കാനാണെങ്കിൽ അതുപോലെ മിണ്ടുന്നില്ല, കണ്ടോ? അങ്ങനത്തൊക്കെ ചോദ്യം വരുമ്പോഴേ ശ്രദ്ധിച്ചോണം, കുശുമ്പാണ്. അവന് കിട്ടിയതിനൊരു സ്വോത്രമൊന്നും എന്ത് ചെയ്യത്തില്ല. അയ്യോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നേരത്തെ വണ്ടി ഉണ്ടായിരുന്നല്ലോ, അതും വെയിലും മഴയൊന്നും നനയത്തില്ലല്ലോ, ഇപ്പം ആ വണ്ടി കൊടുത്ത് ഇതടിക്കേണ്ട വല്ല കാര്യമോ? എടാ, അവന് പൈസ ഉണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ, നിനക്കെന്താ? നമ്മൾ കൊടുത്തിട്ടാണോ കൊടുത്തേ? അവർ പറച്ചിട്ട് കേട്ട് കഴിഞ്ഞാൽ ചിന്തിക്കും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തേ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നീ വണ്ടി മേടിച്ചോ, നീ വീട് പണിതോ, പക്ഷേ സാധാരണ ലെവലിൽ പണിതോ, സാധാരണ ലെവലിൽ ജീവിച്ചോ, പക്ഷേ നീ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാകുമ്പോഴാണ് പലരും എതിരാകുന്നത്. ഇസഹാക്ക്, നീ കൃഷി അടക്കിക്കോ, കുഴപ്പമില്ല, പക്ഷെ നിനക്ക് ഈ 100 മേനി കൊയ്ത്തും, നിനക്ക് ആടുമാടും മൃഗസമ്പത്തും ദാസീദാസന്മാരൊക്കെ പെരുകിയ ഞങ്ങൾക്കത് സഹിക്കാൻ. ഇപ്പൊ അബീമേലെക്ക് പറയാണ്, മോനെ നിന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല നീ ഇത്രത്തോളം എന്ത് ചെയ്യുമെന്ന്. ഇപ്പോൾ ആ രാജ്യത്തിന്റെ രാജാവിനേക്കാളും ആര് വളർന്നു? ഇസഹാക്ക് വളർന്നപ്പോൾ പറയാണ്, നീ പൊയ്ക്കോ, ഇനി നീ ഇവിടെ എന്ത് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യർ എപ്പോഴാണ് എതിരാകുന്നത്? എപ്പോഴാണ് എതിരാകുന്നത്? ചുമ്മാ ഇപ്പൊ നിങ്ങൾ ഇരുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും എതിരാകത്തില്ല കേട്ടോ. എനിക്ക് വലിയ ശല്യമൊന്നും കാണത്തില്ല. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാം, കുറച്ച് കാലമൊക്കെ ജീവിച്ചിട്ട് മരിക്കേണ്ട ടൈം ആവും, മരിക്കും, നല്ല അടക്കമൊക്കെ തന്ന് സെമിത്തേരി ഉണ്ടെങ്കിൽ നല്ല സെമിത്തേരിയിലേക്ക് കൊണ്ട് എന്ത് ചെയ്യും. പക്ഷേ ഒരു വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ എതിരുകൾ എന്ത് ചെയ്യും? അത് ഏത് തലത്തിലാണേലും, അത് ശുശ്രൂഷ മണ്ഡലത്തിലാണേലും ഭൗമിക മണ്ഡലത്തിലാണേലും
നീ വളർന്നാൽ നിനക്കെതിര് ഉറപ്പാണ്. ആ എതിരിനെ കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ശ്രദ്ധിക്കണം. ഒറ്റ വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇസഹാക്കിന് വിരോധമായി ആരെതിരായി? വിട്ടുപോകാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അബീമലേക്ക് ഇസഹാക്കിന് വിരോധമായി എതിരായപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തു? അവിടെ നിന്നോ അതോ കേസ് പറഞ്ഞു നിന്നോ? പുള്ളി ആരെക്കാളും വളർന്നു, രാജാവിനേക്കാൾ. അപ്പൊ രാജാവിനോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ലെവലിൽ പുള്ളി എന്ത് ചെയ്തു? എത്തിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമുക്കാണ് ഇസഹാക്കിനെ പോലെ ഒരു വളർച്ച ഉണ്ടായാൽ നമ്മൾ അബീമേലെക്കിന് വിരോധമായിട്ട് നമ്മുടെ അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമോ അതോ അവിടെ വിട്ടുപോകും? വിട്ടുന്നില്ലല്ലോ. സ്വത്രമൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മൾ പോകുമോ അവിടെ നിൽക്കുമോ? നമ്മൾ 100 മേനി വിതച്ച് കൊയ്തെടുത്തതെല്ലാം വക്കീലിനും കൊണ്ടുകൊടുത്ത് കൊട്ടേഷനും കൊടുത്ത് മിണ്ടുന്നില്ല. കാരണം ഇപ്പൊ സ്വത്രമൊക്കെ പോയി. ദൈവം തന്ന നന്മ മുഴുവനും കേസ് പറഞ്ഞ് എന്ത് ചെയ്യും? ഇപ്പം പിടി കിട്ടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചില്ല അല്ലേ ഈ ദൂത് ഇങ്ങനെയൊക്കെ വരുമെന്ന് പാസ്റ്ററെ? ചിന്തിച്ചില്ല. ഇസഹാക്കിന്റെ അവകാശത്തിന്റെ മേൽ അബീമേലെക്ക് കൈവച്ചപ്പോൾ ഇസഹാക്ക് വിട്ടു. ഇസഹാക്ക് അവിടെ വിട്ടിട്ടെ അടുത്ത് ഗേരാറിൽ പോയി കൂടാരമടിച്ചു. എവിടെ പോയി കൂടാരമടിച്ചു? ഗേരാർ താഴ്വരയിൽ പോയി. ഞാൻ പറയാം, നമ്മുടെ അവകാശത്തിന്റെ മേൽ ഒരിക്കലും ഒരു അൺനോൺ പേഴ്സൺ വന്ന് കൈവയ്ക്കത്തില്ല. വഴി കൂടെ പോകുന്നവൻ എന്ത് ചെയ്യത്തില്ല. ഇസഹാക്കിന്റെ അവകാശത്തിന്റെ മേൽ കൈവച്ചത് ഒരു പരിചയമില്ലാത്ത ഒരാളല്ല. ആ രാജ്യത്ത് കൈവയ്ക്കാൻ തൻ്റെ നന്മയെ ഹൈജാക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള അതോറിറ്റിയുള്ള ആളാണ് എന്ത് ചെയ്തത്? രാജാവാണ് കൈവച്ചത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ പറയാം, നമ്മുടെ അവകാശത്തിന്റെ മേൽ ഒരിക്കലും വഴി കൂടെ പോകുന്നവർ എന്ത് ചെയ്യത്തില്ല, കൈ വെക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത് ഞാൻ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അവകാശത്തിന്റെ മേൽ ആരാണ് കൈവയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 10 സെന്റ് സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെന്ന് ഇരിക്കട്ടെ. അതിന് പ്രോപ്പറായിട്ടൊന്നും അതിരൊന്നും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ച് കാണത്തില്ല. പക്ഷേ അതിൻ്റെ പ്രമാണത്തിനകത്ത് എവിടെ മുതൽ എവിടാന്നൊക്കെ വരെ ഉള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രോപ്പർട്ടിക്കകത്ത്, ആ പ്രോപ്പർട്ടിക്കകത്ത് ഒരിക്കലും തിരുമലയുള്ള ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കകത്ത് ഒരിക്കലും, ഞാൻ മരുദൂര് താമസിക്കുന്ന മരുദൂരുള്ള ഒരുത്തം വന്ന് എന്ത് ചെയ്യത്തില്ല, കൈ വയ്ക്കൂ? ഇല്ല. ഒന്നുകിൽ അതിനകത്ത് കൈ വെക്കുന്നത് ആ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന അടുത്ത വസ്തുക്കാരൻ. ശരിയാണോ? പറഞ്ഞേ, ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ? പുറത്തുനിന്ന് ഒരുത്തന് വന്ന് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുക്കാരൻ, അല്ലെങ്കിൽ നിങ്ങളുമായി ആ വസ്തുവിനോട് അവകാശമുള്ള രക്തബന്ധത്തിൽപ്പെട്ടവരെന്ത് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ആരും എന്ത് ചെയ്യത്തില്ല, കൈ വയ്ക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന അടുത്തൊരു വസ്തുക്കാരൻ 10 സെന്റ് സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണ് കല്ല് നീക്കി 1/4 സെന്റ് എടുത്തില്ല, കുറച്ച് സ്ഥലം അവൻ എന്ത് കയ്യേറിയെന്ന് ഇരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കത്തില്ലേ? നമ്മൾ പ്രമാണമൊക്കെ കൊണ്ടുവരും. നമ്മൾ പ്രമാണമൊക്കെ കൊണ്ടുവന്ന് അതിനെതിരെ വാദിച്ചാലും ചിലപ്പോൾ ആ പുള്ളി എന്ത് ചെയ്യത്തില്ല, ഒതുങ്ങത്തില്ല. അത് അവസാനം എന്താകും, വലിയ അടിയാകും. ആവും ഇല്ലയോ? ഞാനൊരു കാര്യം പറയാം, അത് അടിയാകും, അവസാനം അത് കേസാകും. അവസാനം എന്താകും? കേസാകും. ഞാനൊരു കാര്യം പറയാം, ഈ ദൂത് എത്ര പേർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഉൾക്കൊണ്ട് കണ്ട് ഞാൻ വിടുതലാണ്. നമ്മുടെ അവകാശത്തിന്റെ മേലെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരുത്തൻ കൈ വെച്ച് കഴിഞ്ഞാൽ ന്യായമായിട്ട് നമ്മളത് പോയി എന്ത് ചെയ്യണം, ചോദിക്കണം. പക്ഷേ അവൻ അത് വിട്ടുതരാൻ മനസ്സില്ലാതെ നമ്മെ മനഃപൂർവമായി ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനോട് തിരിച്ചെതിർക്കാൻ പോകരുത്. നിങ്ങൾ ആദ്യം പോയി അതെന്ത് ചെയ്യണം, ചോദിക്കണം. പക്ഷേ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി വേറെയാണ്,
മനഃപൂർവ്വമായി നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ എതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 10 സെന്റ് സ്ഥലത്തിൽ നിന്ന് കുറച്ച് മണ്ണ് അവൻ കയ്യേറിയാൽ അത് പോട്ടെന്ന് എന്ത് ചെയ്യണം? പറ്റുമോ ഇല്ലയോ? സ്തോത്രം. മിണ്ടുന്നില്ല. അതിനോട് വാദിക്കാൻ പോയാൽ എന്താ സംഭവിക്കുന്നറിയോ? ഇവൻ ഒരിക്കൽ ആയുസിൽ അത് എന്ത് ചെയ്യത്തില്ല, വിട്ട് ഇവൻ അതിനോട് എതിർക്കും. അവസാനം അടിയാകും, വഴക്കാകും, ബഹളമാകും, ഇത് കേസാകും. കേസിന് പൊക്കഴിഞ്ഞാൽ അവൻ കയ്യേറിയ വസ്തുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25,000 രൂപ ആയിരിക്കും. പക്ഷെ ആ കേസ് കഴിയുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ പോരും. കേസ് കഴിയുമ്പോൾ എത്ര പോവും? നിനക്ക് അതിനോട് ചേർന്ന് നടക്കുന്ന 20 സെന്റ് സ്ഥലം മേടിക്കേണ്ട പൈസ 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് എത്ര ലക്ഷം കളയും? സ്തോത്രം പറ. ഞാൻ ഇന്ന് പകൽ പറയാം. അങ്ങനെ നമ്മുടെ അവകാശത്തിന്റെ മേൽ ഒരുത്തൻ കയറി കൈവച്ച് അനീതി കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന് ദൈവം പകരം കൊടുക്കും. ഞാൻ പറയാം, നിന്റെ 10 സെന്റ് സ്ഥലത്തിൽ നിന്ന് 1/4 സെന്റ് സ്ഥലം പോയെന്നും പറഞ്ഞുകൊണ്ട് നീ ഒതുങ്ങത്തില്ല. ഈ 1/4 സെന്റ് പോയാലും നിന്നെ അടുത്ത വിശാലതയിലേക്ക് കൊണ്ടുപോകും. അനീതി മേടിച്ച് കൈകേറിയവൻ അവൻ അവിടം കൊണ്ട് ഒതുങ്ങും. ദൂത് കേട്ടോണം. ഇസഹാക്കിന്റെ അവകാശത്തിന്റെ മേൽ കൈവച്ച അബീമേലെക്ക് അവിടം കൊണ്ട് ഒതുങ്ങിയപ്പോൾ ഇസഹാക്ക് ഒതുങ്ങിയില്ല. ഇസഹാക്ക് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഇസഹാക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്തോത്രം പറഞ്ഞേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവജനങ്ങൾ കേസിന് പോകരുത്, വഴക്കിന് എന്ത് ചെയ്യരുത്, തിരിച്ചു മനുഷ്യനോട് എതിർക്കാൻ എന്ത് ചെയ്യരുത്. ഞാൻ പറയാം, അങ്ങനെ പൊക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാം നമ്മൾ ബന്ധിക്കപ്പെടും, നമ്മുടെ നന്മകൾക്കകത്ത് കെട്ടുവീഴും, നമ്മളെ മാനസികമായി തകർക്കും. ഏവനെങ്കിലും അവകാശത്തിൻ്റെ മേൽ കൈവച്ചാൽ വിട്ടുകൊടുക്കുക. അങ്ങനെ അവൻ കൈവച്ച് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ആത്മാവിൽ ഇന്ന് പകലിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നീ തകരത്തില്ല. അവൻ കൈവച്ചത് ചെറിയ നന്മയായിരിക്കും, പക്ഷെ നിനക്ക് വിശാലമായ അടുത്തത് അവൻ കണ്ട് അസൂയപ്പെടുവാറ് അടുത്തതൊന്ന് ദൈവം ഒരുക്കുമെന്ന് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറഞ്ഞു. ഇതാരാ വിശ്വസിക്കുന്നേ? ഈ ദൂത് ഏറ്റെടുക്കുന്നവർ കരമടിച്ചാരാധിക്കുക.